ഓം ശ്രീനാരായണീയ നമഃ. രണ്ടാം അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാം അധ്യായത്തിൽ 2ാം ശ്ലോകമായിരിക്കുന്ന ദൃഷ്ട്വാതു പാണ്ഡവാനീകം എന്ന ശ്ലോകം മുതൽ 2ാം അധ്യായത്തിലെ 9ാം ശ്ലോകമായിരിക്കുന്ന നയോത്സ്യ ഇതി ഗോവിന്ദമുക്ത തൂഷ്ണി ബഭൂവഹ എന്നതുവരെ നമ്മളിവിടെ ചർച്ച ചെയ്ത ശ്ലോകങ്ങളെ കൊണ്ട് എന്താണ് ജീവികൾക്ക് സംസാര ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ശോകം, മോഹം തുടങ്ങിയിരിക്കുന്ന ദോഷങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങളെയാണ് വിശദീകരിക്കേണ്ടിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 2ാം അധ്യായത്തിൽ ഇപ്പൊ ഇവിടെ നമ്മളൊക്കെ ജീവിവർഗത്തിൽപ്പെട്ടതാണ്. അതിശ്രേഷ്ഠനാണ് ജന്തുനാം നരജന്മം സുദുർലഭ എന്നുമാണല്ലോ. അപ്പം അതിന് ദുർലഭമായിരിക്കുന്ന, അതുപോലെ തന്നെ ജീവികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തന്നെ. ഈ മനുഷ്യ ജന്മത്തിലെത്തിയിട്ടും നമുക്ക് ശോകവും മോഹവും, അതുപോലെ ഭ്രമം, അതുപോലെ തന്നെ അസ്വസ്ഥതകളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശോകങ്ങളും ഈ മോഹങ്ങളും ഈ മാനവികതയിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ, അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന ഈ ചിന്തയിൽ എവിടെ നിന്നുമാണ് കടന്നുകൂടിയത് എന്നതിനെ കുറിച്ചാണല്ലോ നമുക്കറിയേണ്ടതായിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് ഈ കഴിഞ്ഞ, അതായത് 1ാം അധ്യായത്തിലെ 2ാം ശ്ലോകം മുതൽ 2ാം അധ്യായത്തിലെ 9ാം ശ്ലോകം വരെയുമുള്ള കാര്യങ്ങളെ കൊണ്ട് ബോധിപ്പിച്ചിരിക്കുന്നത്. കാരണം അർജുനൻ 2ാമത്തെ അധ്യായത്തിൽ എന്താണ്, തൻ്റെ രാജ്യം, ഗുരുക്കന്മാര്, അതുപോലെ തന്നെ മിത്രങ്ങള്, സുഹൃത്തുക്കള്, സ്വജനങ്ങള്, ബന്ധുക്കള് തുടങ്ങിയിരിക്കുന്ന ആളുകളിലുള്ള സ്നേഹനിമിത്തം, പിന്നെയോ അവരിൽ നിന്നുള്ള വിരഹനിമിത്തം ഉണ്ടാകുന്ന ശോകമോഹങ്ങളെയാണ് കാണിച്ചത്. അപ്പൊ ഈ ശോകമോഹങ്ങൾക്കെല്ലാം കാരണം എന്താണ്? അവരെല്ലാം എന്താണ്, പ്രതിപക്ഷത്ത്, ഈ തൻ്റെതായിരിക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം അവർ എൻ്റെയാണ്, ഞാൻ അവരുടേതാണ് എന്നുള്ള ശോകമോഹങ്ങൾ എന്നിങ്ങനെയുള്ള മൗഢ്യബുദ്ധി നിമിത്തമാണ്. ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം അവരെല്ലാം എൻ്റെ ആളുകളാണ്, ഞാനൊക്കെ അവരുടേതാണ്. അപ്പോൾ എൻ്റെ, നിന്റെ അഹം, അല്ലെ, അഹന്താമമതകളെ, ഞാനെന്നും എൻ്റേതുമെന്നുള്ള ആ അജ്ഞാനകൽപിതമായിരിക്കുന്ന മൗഢ്യമായിരിക്കുന്ന ബുദ്ധി, ആ ബുദ്ധി കൊണ്ടാണ് ഈ പറഞ്ഞ ശോകമോഹം അർജുനനെ സംഭവിച്ചത്. അപ്പോഴോ ആ ശോകമോഹങ്ങൾ അങ്ങോട്ട് ഉണ്ടായപ്പോ എന്ത് സംഭവിച്ചു? അത് വിവേക വിജ്ഞാനത്തെ ബാധിച്ചു. അപ്പൊ വിവേകവും വിജ്ഞാനവും ഈ ശോകമോഹങ്ങളിൽ മങ്ങി, അത് പ്രകാശിക്കാതെ പോയി. അപ്പോഴോ സ്വതേ തന്നെ ക്ഷാത്രധർമ്മമായിരിക്കുന്ന യുദ്ധത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആ അർജുനനെ എന്ത് സംഭവിച്ചു? ആ അർജുനനെ സ്വധർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞ്, പിന്നെയോ പരധർമ്മമായ ഭിക്ഷാജീവനം അത് ചെയ്ത് ജീവിക്കാം എന്നാണ് അർജുനൻ അറിയിച്ചത്, അല്ലേ? കാരണം അർജുനൻ സത്യത്തില് ക്ഷത്രിയനാണ്. ക്ഷതാത്രായതേതി ക്ഷത്രിയക, ക്ഷതത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന് തൻ്റേതായിരിക്കുന്ന പ്രജകളെ മോചിപ്പിക്കേണ്ട കർമ്മം, ധർമ്മം പൂർത്തീകരിക്കേണ്ട, സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടവനാണ് ക്ഷത്രിയൻ. എന്നുവെച്ചാൽ ഒരു മാതാപിതാക്കൾ എപ്രകാരമാണോ തൻ്റെ മക്കളെ വാത്സല്യത്തോടുകൂടി സർവവും നൽകി പരിപോഷിപ്പിച്ച് നിലനിർത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്,
എന്നതുപോലെ ലോക ജനതയെ തൻ്റെ മക്കളായി കണ്ടുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ക്ലേശനഷ്ടങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ളവരെ തൻ്റേതായിരിക്കുന്ന ക്ഷാത്രധർമ്മം കൊണ്ട്, ഭരണപാഠവം കൊണ്ട്, അത് യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം, അല്ലെ, സാമവേദദാന ദണ്ഡം എന്ന് പറയുന്ന ചതുരോപായങ്ങളിലൂടെ പണിയെടുത്തുകൊണ്ട് ലോക ജനതയെ ശാന്തി സമാധാനത്തിന് ജീവിക്കുവാൻ ഉതകുന്ന ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കേണ്ടവനാണ് ക്ഷത്രിയൻ. അങ്ങനെയുള്ള ക്ഷാത്രധർമ്മത്തിൻ്റെ അവകാശിയായിരിക്കുന്ന ആ അർജുനൻ തൻ്റേതായിരിക്കുന്ന ധർമ്മം അനുഷ്ഠിക്കേണ്ട ആ പ്രധാന മുഹൂർത്തത്തിൽ ഞാൻ യാതൊന്നും ചെയ്യുകയില്ല എന്നും പറഞ്ഞോ, ഇതിലും ഭേദം സന്യാസവൃത്തി അല്ലെങ്കിൽ ഭിക്ഷാടനം എടുത്തത് പരധർമ്മമാണ്. അല്ലാതെ സന്യാസം മോശമായതുകൊണ്ടല്ല, സന്യാസം നികൃഷ്ടമായതുകൊണ്ടല്ല, സന്യാസം താഴ്ന്നതുകൊണ്ടല്ല അർജുനൻ സന്യാസവൃത്തി എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഭഗവാൻ ശ്ലാഘിക്കാതിരുന്നത്. പിന്നെയോ അർജുനനെ സംബന്ധിച്ച് ഇപ്പോൾ, കാരണം പരിപൂർണമായ വൈരാഗ്യം വന്നിട്ടില്ല, പരിപൂർണമായ വൈരാഗ്യം വരാത്തിടത്തോളം കാലം സന്യാസധർമ്മത്തിലേക്ക് സ്വീകരിക്കുവാൻ പാടുകയില്ല. അത് പരധർമ്മമാണ്, അപരധർമ്മമാണ്. അത് മരണത്തെക്കാൾ ഭയാവഹമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയോ ഇവിടെ സാധാരണയായി ശോകമോഹാദി ദോഷങ്ങളാൽ പീഡിതന്മാരായിരിക്കുന്ന സകല ജീവികളും എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വധർമ്മത്തെ ഉപേക്ഷിക്കുകയും പരധർമ്മത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നത് സ്വഭാവമാണ്. ഇപ്പോ അതുകൊണ്ടാണ് ഈ ഗീതോപദേശത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ വർണ്ണാശ്രമധർമ്മത്തെ പറഞ്ഞപ്പോൾ ചിലരൊക്കെ ധരിച്ചിരിക്കാം ഇത് ചിലർക്ക് പ്രയോജനമാക്കാം, ഇത് ചിലർക്ക് വേണ്ടി കൊള്ളാമെന്ന്. എന്നാൽ ആ പറഞ്ഞത് ചിലർക്ക് വേണ്ടിയല്ല. വർണ്ണാശ്രമധർമ്മം ഈ ലോകത്തിലെ സമസ്ത ജീവരാശികളുടെയും നന്മയ്ക്കു വേണ്ടി പൂർവികന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാര് ബ്രഹ്മത്തിൽ നിന്നും വന്നിരിക്കുന്നതായിരിക്കുന്ന ആ വേദവാണികളെ ലോക നന്മയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ചു പോയതാണ്. അത് നാം എല്ലാവരും അറിയേണ്ടതും ആചരിക്കേണ്ടതും ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ അതറിയാത്തിടത്തോളം കാലം എന്ത് ചെയ്യും? നാം നമ്മുടെ ധർമ്മത്തെ വിട്ട് പരധർമ്മത്തെ സ്വീകരിക്കാം. അതിനെ ഈ ഗീത അല്ലെങ്കിൽ ശാസ്ത്രം നമുക്ക് അനുവാദം തരുന്നില്ല. അതുകൊണ്ടാണ് ക്ഷത്രിയന്റെയും അതുപോലെ തന്നെ ബ്രാഹ്മണന്റെയും അതുപോലെ തന്നെ വൈശ്യന്റെയും അതുപോലെ തന്നെ ശൂദ്രന്റെയും ധർമ്മം, അതുപോലെ തന്നെ ബ്രാഹ്മണൻ, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ബ്രഹ്മചാരി തുടങ്ങിയിരിക്കുന്ന 4 വർണ്ണത്തിന്റെ 4 ആശ്രമികളുടെയും ധർമ്മത്തെക്കുറിച്ചെല്ലാം നാം ഗീതോപദേശത്തിന്റെ തുടക്കത്തിൽ തന്നെ സുവ്യക്തമായിട്ട് പറഞ്ഞു പോയത്. അതറിയാത്തിടത്തോളം കാലം എന്ത് ചെയ്യും? നാം പരധർമ്മത്തെ സ്വീകരിക്കാം. അപ്പൊ ഇവിടെ ഇപ്പോഴോ സ്വധർമ്മത്തിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൂടിയും അവരുടെ ശരീരവും അതുപോലെ തന്നെ മനസ്സും അതുപോലെ തന്നെ വാക്കുകളെ കൊണ്ടുള്ള സകല പ്രവൃത്തികളും അഹങ്കാരത്തോടു കൂടിയും ഫലേച്ഛയോടു കൂടിയാകാം. ചിലരിപ്പോ ഇവിടെ ഇനി സ്വധർമ്മം തന്നെയാണ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ, പക്ഷെ അതെയോ സ്വധർമ്മമാണ് എന്ന് വരികയാണെങ്കിൽ കൂടിയും അഹങ്കാരത്തോടു കൂടിയിട്ടായിരിക്കാം, അഭിമാനത്തോടു കൂടിയിട്ടായിരിക്കാം. അപ്പോഴോ ഫലേച്ഛയോടും, ഇപ്പോൾ ഞാൻ ഇവിടെ സ്വധർമ്മം തന്നെയാണ് അനുഷ്ഠിക്കുന്നത്, അത് ഫലേച്ഛയോട് കൂടിയിട്ടാണെങ്കിലോ അതും നമുക്ക് വിചാരിച്ചതായിരിക്കുന്ന ഫലത്തെ കൊടുക്കുവാൻ പര്യാപ്തമല്ല. അപ്പോ ധർമ്മ അധർമ്മ സഞ്ചയ നിമിത്തം, പിന്നെയോ ഇഷ്ടാനിഷ്ട ജന്മപ്രാപ്തി ലക്ഷണം, അതുപോലെ തന്നെ സുഖദുഃഖ പ്രാപ്തി ലക്ഷണവുമായിരിക്കുന്ന സംസാരം അവസാനമില്ലാത്തതായിട്ട് തീരും. അപ്പൊ നമ്മളിവിടെ ഇഷ്ടത്തോടും അനിഷ്ടത്തോടും ഇതെനിക്ക് ഇഷ്ടമായ കർമ്മം, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു,
ഇതെനിക്ക് അനിഷ്ടമായ കർമ്മം, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടെ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്താണ്? ആ ഇഷ്ടാനിഷ്ടം നമുക്കുണ്ടാകും. ഇഷ്ടമുണ്ടാകുമ്പോൾ സുഖവും അനിഷ്ടമുണ്ടാകുമ്പോൾ ദുഃഖവും. അങ്ങനെ ആ സുഖദുഃഖങ്ങളും അതിൻ്റെ ഫലമായിട്ട് പുനരപി ജനനം പുനരപി മരണം എന്നുള്ള രീതിയിൽ ഈ ജനന മരണ ചക്രമാകുന്ന ഈ സംസാര ചക്രം അത് ഒരു അവസാനമില്ലാത്ത ചക്രമായി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെന്ത് വേണം? അപ്പോ ഇവിടെ ആയതുകൊണ്ട് എന്ത് വേണം? ശോകമോഹങ്ങളാണ് സംസാര കാരണമെന്ന് നാം ആത്യന്തികമായിട്ടും ഈ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ശ്ലോകത്തെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഗൗരവമായിട്ട് ബോധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. എന്താണ്? ശോകമോഹങ്ങളാണ് സംസാര കാരണം. സംസരതി, അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. വളരെയധികം ചലനത്തോട് കൂടിയത് അല്ലേ? അപ്പൊ ജനിക്കുക മരിക്കുക. അപ്പൊ സുഖദുഃഖത്തിന്റെ സ്വരൂപത്തിൽ ജനന മരണ ചക്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ തന്നെയാണ് സംസാരം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ സംസാരത്തെ നിലനിർത്തുന്നതോ അത് അനാദിയായിരിക്കുന്ന ശോകമോഹങ്ങളുമാണ്. അപ്പോ അതിന്റെ നിവൃത്തിയോ അതിൽ നിന്നും ഈ സംസാരത്തിൽ നിന്നും നമുക്ക് കരകയറുവാൻ കഴിയണമെന്ന് വരികയാണെങ്കിൽ എന്ത് വേണം? സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള ആത്മജ്ഞാനം കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ടുമല്ല. സർവകർമ്മ സന്യാസം, സർവകർമ്മങ്ങളെയും സന്യസിക്കണം, സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കണം. അപ്പൊ കർമ്മമാണോ, കർമ്മത്തിലുള്ള ഫലമാണോ, ഫലത്തിലുള്ള ഇച്ഛയാണോ, ഏതെല്ലാമാണ് എന്ന് നമുക്ക് അതാത് പ്രകരണങ്ങളെ വിശദമാക്കുന്ന സന്ദർഭത്തെങ്കിൽ ബോധിക്കാം. ഇവിടെ സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള ആത്മജ്ഞാനം കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ടുമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് സർവലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സാക്ഷാൽ ഭഗവാൻ ആ തത്വത്തെ ഉപദേശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗീതയിലെ 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം ആരംഭിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഈ നമ്മളിപ്പോ എന്തറിഞ്ഞാലും ശരി, എന്തു ചെയ്താലും ശരി, എന്തു ചെയ്തില്ലെങ്കിലും ശരി, വേദാന്തം ഇല്ലെങ്കിൽ സനാതനധർമ്മം അല്ലെങ്കിൽ ശാസ്ത്രം അർത്ഥമാക്കുന്ന ലക്ഷ്യമാക്കുന്ന തരത്തിലുള്ള ഒരു ആ സുഖം അല്ലെങ്കിൽ ഒരു സൗഖ്യം ഒരു ജീവനെ കൈവരണമെന്നുണ്ടെങ്കിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഉപേക്ഷിച്ച് എന്താണ് സർവകർമ്മ സന്യാസപൂർവകമായിരിക്കുന്ന ജ്ഞാനനിഷ്ഠയാൽ ഉദയം ചെയ്യുന്ന ബ്രഹ്മനിഷ്ഠയുടേതായിരിക്കുന്ന അനുഭൂതി നമുക്ക് ബോധിക്കുവാൻ സാധിക്കണം. അപ്പൊ നമ്മൾ ക്ലേശിക്കണ്ട, ഇതൊന്നും അപ്പൊ ഞങ്ങളാൽ പ്രാപ്യമല്ലേ, അപ്പൊ ഗീത ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ശ്രവിക്കുക, അതാത് പ്രകരണത്തിൽ പറയുന്ന അതാത് കാര്യങ്ങളെ ശ്രവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം സമസ്ത സുന്ദരമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഭഗവാന്റേതായിരിക്കുന്ന എന്താണ് ആനന്ദവിലാസം തന്നെയാണ്. അപ്പോ അവിടേക്ക് നമുക്ക് ആ തരത്തിൽ പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ വേദാന്ത ശാസ്ത്ര സത്യത്തെ മനനം ചെയ്ത് സുവ്യക്തമായിട്ട് ബോധിക്കാൻ കഴിയണം. അല്ലാത്തിടത്തോളം കാലം ഇവിടത്തേതായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് ദുഃഖത്തിനും പരിഭ്രാന്തിക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മാത്രമേ കാരണമാവുകയുള്ളൂ. അപ്പോ മനസംസ്കാരത്തിലേക്കും ആത്മസംസ്കാരത്തിലേക്കും അതുപോലെ അധ്യാത്മശാസ്ത്രത്തിനെ ഉണർവുമേകാത്ത ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു പഠനം അത് നമ്മെ ധാർമ്മികതയിൽ നിന്നും വഴിതെറ്റിക്കുന്നതാണ് എന്നുകൂടി നാം കാണേണ്ടതാണ്. അപ്പൊ നമ്മുടേതായിരിക്കുന്ന ഈ വേദാന്ത ശാസ്ത്രത്തെ കൂടി നമ്മുടേതായിരിക്കുന്ന പാഠ്യവിഷയങ്ങളിൽ ഉൾപ്പെടുത്തി അതിനെ കൂടി അഭ്യസിക്കുന്നവരായി തീരുകയാണെങ്കിൽ മാത്രമേ നമ്മുടേതായിരിക്കുന്ന ഈ ലോക ജീവിതം ശാന്തി സമാധാനത്തോടുകൂടി നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കൂ. കാരണം ഈ ഭൗതികമായിരിക്കുന്ന സമ്പത്തും ഭൗതികമായിരിക്കുന്ന അറിവും ഭൗതികമായിരിക്കുന്ന എന്തെല്ലാം നേട്ടങ്ങൾ എത്ര നേടിയാലും അവരും ക്ലേശിക്കുന്നതും
അസ്വസ്ഥപ്പെടുന്നതും അതുപോലെ തന്നെ കലഹിക്കുന്നതും അതുപോലെ തന്നെ രോഗികളാകുന്നതും ദുഃഖികളാകുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രക്രിയകൾ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അതിൻ്റെതൊക്കെ നിന്ന് മോചിച്ച് അതിൻ്റെയൊക്കെ യഥാർത്ഥ സ്ഥിതിവിശേഷം മനസ്സിലാക്കി നമ്മെ നമ്മുടേതായിരിക്കുന്ന സ്വഭാവത്തിൽ നിലനിർത്തുവാൻ നിർത്തി നമുക്കൊരു ശാന്തി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയണമെന്ന് വരികയാണെങ്കിൽ നമ്മുടേതായിരിക്കുന്ന ശാസ്ത്ര സത്യത്തെ വേണ്ടതുപോലെ വിചാരം ചെയ്ത് അറിയുവാൻ കൂടി കഴിയണം. ആത്മാവിനെന്താണ് ജനനം, അതുപോലെ തന്നെ ജനനം മരണം തുടങ്ങിയിരിക്കുന്ന 6 വിധത്തിലുള്ള ഭാവങ്ങളും വികാരങ്ങളും ഇല്ലാത്തത് കൊണ്ട് ആത്മാവെന്താണ്? അകർത്താവാണ്, അതെ, ഒന്നും ചെയ്യാത്തവനാണ് എന്നുള്ള യഥാർത്ഥ ബുദ്ധിയാണ് സാങ്ക്യബുദ്ധി. ആ സാങ്ക്യബുദ്ധിയാണ് സാങ്ക്യയോഗം എന്നുള്ള ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം ചർച്ച ചെയ്യുന്നത്. എന്താണ് പരമാർത്ഥമായിരിക്കുന്ന ആത്മാവ്? എന്താണ് അതിനെ ജനനമോ, അതായത് ഉണ്ടാവുക എന്നും വളരുക എന്നും നിലനിൽക്കുക എന്നും പരിണമിക്കുക എന്നും ജീർണിക്കുക എന്നും നശിക്കുക എന്നും പറയുന്ന 6 തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാത്തതെന്തോ അതാണ് ആത്മാ എന്നുള്ള യഥാർത്ഥ ബുദ്ധി. ആ യഥാർത്ഥ ബുദ്ധിയാണ് സാങ്ക്യബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി ഏതുവരെ എന്താണ്? ആ ബുദ്ധി ഏത് ജ്ഞാനികൾക്കുണ്ടാകുന്നുവോ അവരെ സാഖ്യന്മാരെന്ന് പറയാം. ആത്മാവ് അതെന്താണ്? അത് നിശ്ചിന്തമാണ്, അത് നിശ്ചലമാണ്, നിർവികാരമാണ്, നിരുപമമാണ് എന്നുള്ള രീതിയിൽ നിഷ്ക്രിയമാണ് എന്ന്, ഷഡ്ഭാവം വികാരങ്ങളും അതിന് ഇല്ല എന്ന് ഏതൊരു ജ്ഞാനികൾക്കുണ്ടോ അവരെ സാഖ്യന്മാരെ എന്ന് പറയാം. ഈ ബുദ്ധി, അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ബുദ്ധി നമുക്ക് ഉറയ്ക്കുന്നതിന് മുമ്പായിട്ട് എന്താണ്? ഈ ആത്മാവ് എന്ന് പറയുന്നത് ദേഹാദിയിൽ നിന്നും വേറെയായിരിക്കുന്നു. പിന്നെയോ ആത്മാവ് കർത്താവായിട്ടും ഭോക്താവായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? ധർമ്മം അധർമ്മം തുടങ്ങി ധർമാധർമ്മ വിവേകത്തോടുകൂടി അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന മോക്ഷ സാധന കർമ്മങ്ങളുടെ നിരൂപണത്തെയാണ് യോഗം എന്ന് പറയുന്നത്. കാരണം യോഗശാസ്ത്രേ എന്ന ഗീതയിലെ ഓരോ അധ്യായത്തെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ഇപ്പൊ കർത്താവാണെങ്കിൽ ഭോക്താവാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ആത്മാവ് കർത്താവാണ് ഭോക്താവാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ധർമ്മത്തെയും അധർമ്മത്തെയും നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ ധർമ്മം ചെയ്താൽ ഇന്ന ഗുണം, അധർമ്മം ചെയ്താൽ ഇന്ന ഗുണം. ധർമ്മത്തിന്റെ ഫലം സുഖം പുണ്യം, അധർമ്മത്തിന്റെ ഫലം പാപം ദുഃഖം ദുരിതം എന്നുള്ള രീതിയിൽ ധർമാധർമ്മത്തെയും വിശദീകരിച്ച് അതിനുതകുന്ന രീതിയിലുള്ള സാധനാനുഷ്ഠാനങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ മോക്ഷത്തിനുതകുന്ന സാധന കർമ്മങ്ങളുടെ വിശദീകരണമാണ് യോഗം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വിഷയത്തിലുള്ള അറിവിനെയാണ് യോഗബുദ്ധി എന്ന് പറയുന്നത്. ഏതാണ്? എങ്ങനെ നാമം ജപിക്കണം, എങ്ങനെ രൂപം ധ്യാനിക്കണം, എങ്ങനെ പൂജ ചെയ്യണം, എങ്ങനെ യാഗം ചെയ്യണം, എങ്ങനെ ദാനം ചെയ്യണം, എങ്ങനെയാണ് ഏതൊരു പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നീ തരത്തിൽ ഏതൊരു പ്രശ്നത്തിനും അതിൻ്റെ പരിഹാരങ്ങൾ ശാസ്ത്രോക്തമായ രീതിയിൽ നിർദ്ദേശിച്ചു കൊടുക്കുന്നതിനെയാണ് യോഗബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഗീതോപദേശത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം ആകാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളിലുടേതായിരിക്കുന്ന ദുഃഖത്തിൻ്റെ രോഗത്തിൻ്റെ സ്വഭാവവും അതിൻ്റെതായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരങ്ങളും അവിടെ സുവ്യക്തമാക്കിയത്. അവ ആത്മാവിനെയാകട്ടെ ഇതൊന്നും ബാധകമല്ല, ആത്മാവ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ ആത്മവസ്തുവിൽ സുദൃഢമായിരിക്കുന്ന ബുദ്ധി സാങ്ക്യബുദ്ധി.
അത് സുദൃഢമാകാത്തിടത്തോളം കാലം ആ ആത്മാവിനെ ബോധിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള സാധന അനുഷ്ഠാന കർമ്മങ്ങളുടെ വിശദീകരണത്തിൽ ഉറച്ചു നിൽക്കുന്ന ബുദ്ധിയെ യോഗബുദ്ധി എന്നും പറയാം. അത് ഇങ്ങനെയുള്ള രണ്ട് ബുദ്ധികളെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എവിടെ? അതായത് 2-ാം അധ്യായത്തില് 39-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അതായത് സാന്ധ്യമായ ബുദ്ധി ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, ഇനിയോ യോഗമായ ബുദ്ധിയെ പറ്റി കേട്ടാലും എന്ന്. അപ്പൊ ഇവിടെ 2-ാം അധ്യായത്തില് 11-ാം ശ്ലോകം മുതൽ 39-ാം ശ്ലോകം വരെയും പറയുന്നത് യഥാർത്ഥ സാഖ്യബുദ്ധിയാണ്, സാഖ്യയോഗ ദർശനമാണ്. അതിനുശേഷം 2-ാം അധ്യായം അവസാനിക്കുന്നത് വരെയും എന്തു പറയുന്നു? യോഗബുദ്ധിയെ കുറിച്ചും പറയും. അപ്പൊ അവയില് സാഖ്യബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന ജ്ഞാനയോഗനിഷ്ഠയെ സാഖ്യന്മാർക്കും, പിന്നെയോ യോഗബുദ്ധിയെ ആശ്രയിച്ചു നിൽക്കുന്ന കർമ്മയോഗനിഷ്ഠയെ എന്ത് ചെയ്തു? യോഗികൾക്കുമായിട്ട് ഭഗവാൻ വിഭാഗിച്ചു പറഞ്ഞു. അത് നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയും സ്വഭാവവും അവിടെ കാണും. അപ്പൊ ജ്ഞാനം എങ്ങനെയാണ്? ജ്ഞാനം അത് ഏകത്വമാണ്, നാനാത്വമാണ് അജ്ഞാനം, ഏകത്വമാണ് ജ്ഞാനം. അപ്പൊ ജ്ഞാനമാകട്ടെ അത് ഏകത്വമായും അകർത്തൃത്വമായുമുള്ള ബുദ്ധിയെ ആശ്രയിക്കും. മനസ്സിലായല്ലോ? ജ്ഞാനം ഏകത്വമാണ്, അതുകൊണ്ട് തന്നെ അതിനെ യാതൊരു കർമ്മവുമായി, യാതൊരു കർത്തൃത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർമ്മമോ അനേകത്വം, കർമ്മത്തിന് അനേകത്വമുണ്ട്, പിന്നെയോ കർത്തൃത്വമുണ്ട്. കർത്തൃത്വമുള്ളത് കൊണ്ടോ ഈ രണ്ടും ഏകകാലത്തെ ഒരു പുരുഷനെ അനുഷ്ഠിക്കുവാൻ സാധ്യമല്ല. അതാണ് ഭഗവാൻ ഈ രണ്ട് യോഗനിഷ്ഠയെ പ്രത്യേകിച്ച് വിഭാഗീകരിക്കാൻ പറയും. ഇപ്പൊ നമ്മൾ തന്നെ പച്ച മലയാളത്തിൽ പറയില്ലേ, നീ രണ്ട് തോണിയിൽ കൂടി കാലിടണ്ടാട്ടോ എന്ന് പറയാറുണ്ടല്ലോ. രണ്ട് തോണിയിൽ കൂടി കാലിട്ട ശരിയാവില്ല എന്ന് നമ്മൾ തന്നെ ഇപ്പൊ ഒരു മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട്. എന്നതുപോലെ നാം ഒന്ന് നിശ്ചയിക്കണം. എന്താണ്? നമുക്ക് ആധ്യാത്മികമായിരിക്കുന്ന ബ്രഹ്മനിഷ്ഠമാണോ അതോ ഭൗതികമായിരിക്കുന്ന സുഖാനുഭവങ്ങളുടേതായിരിക്കുന്ന അനുഭവം വേണോ എന്ന് വെച്ചാൽ ജ്ഞാനം വേണോ കർമ്മം വേണോ, കർമ്മയോഗനിഷ്ഠ വേണോ ജ്ഞാനയോഗനിഷ്ഠ വേണോ, ഇതിൽ ഏത് വേണം എന്ന് നമ്മൾ ആദ്യം നിശ്ചയിക്കണം. കാരണം തുടക്കത്തിൽ പറഞ്ഞല്ലോ ധർമ്മത്തിന് രണ്ട് സ്വരൂപമേ ഉള്ളൂ. എന്താണ് ധർമ്മത്തിന്റെ രണ്ട് സ്വരൂപം? ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവർത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാലോ അത് ഊർജ്ജസ്വലമായ പ്രവൃത്തിയാണ്. നിവർത്തി എന്ന് പറഞ്ഞാലോ അത് ശാന്തമായ നിവൃത്തിയാണ്. നിവർത്തിയിൽ പ്രവൃത്തിയില്ല, പ്രവൃത്തിയിൽ നിവർത്തിയില്ല. അതുകൊണ്ട് പ്രവൃത്തി വേണോ നിവർത്തി വേണോ എന്ന് ആദ്യം നിശ്ചയിക്കുക. ശാന്തമായ നിവർത്തി, ഊർജ്ജസ്വലമായ പ്രവൃത്തി. അല്ലാതെ ഊർജ്ജസ്വലമായ പ്രവൃത്തിയോടുകൂടി ശാന്തമായ നിവൃത്തിയിലേക്ക് പോകാമെന്ന് നാം ആരും വ്യാമോഹിക്കേണ്ട. അപ്പൊ കർമ്മം ചെയ്യുകയാണെങ്കിൽ കർമ്മം. അപ്പൊ അതുകൊണ്ടാണ് ആ വർണ്ണാശ്രമ ധർമ്മത്തെ ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം എന്നുള്ള രീതിയിൽ അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കർമ്മം ചെയ്ത് കർമ്മത്തിൽ നിന്ന് നിവർത്തിക്കുവാൻ എന്നതുപോലെ നാം കാരണം കർമ്മത്തിൽ യാതൊരു കാരണവശാലും നമുക്ക് സ്വസ്ഥതയോ വിശ്രമമോ കിട്ടുവാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ എന്ന് വരികയാണെങ്കിൽ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സുസ്ഥിതിക്കോ കർമ്മം ആവശ്യമാണ് താനും. അപ്പോൾ എന്താണ് കർമ്മസ്വരൂപം, എന്താണ് ധർമ്മസ്വരൂപം, എന്താണ് ജ്ഞാനസ്വരൂപം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടും നാം അറിയണം. അത് രണ്ടും ഇപ്പൊ ഞങ്ങൾ രണ്ടും കൂടിയാണ്. അതിന് ഞങ്ങള് രണ്ടും കൂടിയാവണ്ട. ഒന്നെങ്കിൽ ഗൃഹസ്ഥാശ്രമം അല്ലെങ്കിൽ സന്യാസാശ്രമം, രണ്ടാശ്രമം കൂടി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഉത്തമനായിരിക്കുന്ന ഗൃഹസ്ഥൻ ഒരു സന്യാസിക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ്. അവന് വേണ്ടതായിരിക്കുന്ന ഭക്ഷണം, അവന് വേണ്ടതായിരിക്കുന്ന വസ്ത്രം, അവന് വേണ്ടതായിരിക്കുന്ന പാർപ്പിടം,
അതുപോലെ തന്നെ ഔഷധം. അതിനെ അത് ഉത്തമനായിരിക്കുന്ന ഗൃഹസ്ഥർക്ക് അത് യാതൊരു ലോഭവും കൂടാതെ സന്മനസ്സോടുകൂടി തുറന്നു നൽകുവാൻ, അതും ശരിയായിരിക്കുന്ന ആ ആചരണത്തിൽ പോകുന്ന ഒരു യോഗിക്ക് കൊടുക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് അത്രയും പുണ്യമുണ്ടായിരിക്കണം. നമ്മളും അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ശാന്തമായ നിവർത്തി, അതുപോലെ ഊർജ്ജസ്വലമായ പ്രവൃത്തി, ഇത് ഏത് വേണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാൻ.